ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങൾക്കൊക്കെ ഏത് തരത്തിലുള്ള ഫുഡുകളാണ് ഇഷ്ടം? ഞാൻ എല്ലാ ഫുഡും കഴിക്കും കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു ഡയറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതത്ര ബാലൻസ്ഡ് ഡയറ്റൊന്നും ആയിരുന്നില്ല. അപ്പം എനിക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ ഷുഗർ എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ റൈസൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചു. റൈസ് മാത്രമല്ല കേട്ടോ, എല്ലാ ഫുഡ് ഐറ്റംസും ഇങ്ങനെ കുറച്ചു. ഞാൻ ഒരു 5 kg വരെ കുറയ്ക്കുകയും ചെയ്തു. പെട്ടെന്ന് 5 kg കുറഞ്ഞു. അധികം വൈകാതെ എനിക്ക് തോന്നുന്നൊരു 3 ആഴ്ചയൊക്കെ എടുത്തുള്ളപ്പോഴേക്കും 5 kg കുറഞ്ഞു. നന്നായിട്ട് ഫുഡ് കുറച്ചായിരുന്നു ഞാൻ. അപ്പോൾ എല്ലാം കഴിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. മെയിൻലി ഷുഗറാണ് കുറച്ചത്. ഷുഗർ ഐറ്റംസ് എല്ലാം കുറച്ചു. ചായ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും, ജ്യൂസൊന്നും കഴിച്ചിരുന്നില്ല. പിന്നെ റൈസ് ഭയങ്കരമായിട്ട് കുറച്ചു. പിന്നെ കഴിച്ചിരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ഐറ്റംസ്, അതായത് ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ഗോതമ്പ് പുട്ട്, പിന്നെ ചപ്പാത്തി, അങ്ങനെയൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിരുന്നത്. ഉപ്പുമാ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ കഴിച്ചത് ചോറ്, അതായത് ഒരു തവി ചോറ്, പിന്നെ തോരന്. അപ്പം ഫ്രൈഡ് ഐറ്റംസ് കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഫിഷ് ഫ്രൈ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസൊക്കെ അതൊക്കെ വളരെ എനിക്ക് തോന്നുന്ന ഒരു വീക്കിലാണെങ്കിൽ തന്നെ ഒരു 3 ദിവസമൊക്കെ ആണ് നമുക്ക് ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാവുക വീട്ടിൽ. അപ്പോൾ അത് കഴിച്ചിരുന്നു. മിക്കവാറും ഈ തോരനോ മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ ഒഴിച്ചുകറി എന്തെങ്കിലും, പിന്നെ പപ്പടം കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ കഴിച്ചിരുന്നത് ഒരു വീക്കിൽ. പിന്നെ സൺഡേ ആകുമ്പം ചിക്കൻ കഴിക്കും. അത് ഒരുപാടൊന്നും കഴിക്കില്ല, കുറച്ചൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ കഴിച്ചു പോകുക. പാല് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും, ഫ്രൂട്ട്സ് അങ്ങനെയൊന്നും കഴിച്ചിരുന്നില്ല കേട്ടോ. ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം എനിക്കൊരു 3 weeks ഒക്കെ കഴിഞ്ഞപ്പം മെല്ലെ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഈ ഫിംഗറിൻ്റെ, ഈ വിരലുകളുടെ ടിപ്പിൽ എനിക്കിങ്ങനെ ഒരു നംനെസ് പോലെ, ഒരു തരിപ്പ് പോലെ ഫീൽ ചെയ്തായിരുന്നു. എനിക്ക് 2 കൈയിലും വന്നു. പിന്നെ ഇടയ്ക്കിങ്ങനെ നമ്മൾ നടക്കുമ്പം കുറച്ച് ദൂരം നടക്കാൻ പറ്റില്ല. അപ്പം എനിക്കിങ്ങനെ കിതപ്പ് വരിക, ക്ഷീണം പോലെ. അപ്പോൾ അങ്ങനെ എൻ്റെ ജോലിയിൽ ചെറുതായിട്ട് എനിക്ക് ചെറിയ തളർച്ച പോലെയൊക്കെ വരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയപ്പം ഞാനൊരു വർക്കിംഗ് വുമണാണ്. അതുകൊണ്ട് ഞാൻ പുറത്തൊക്കെ പോയിട്ട് ഇടയ്ക്കൊന്ന് പുറത്ത് പോയിട്ട് ഒരു കഫേയിൽ പോയിട്ട് ഒരു കോഫി കുടിക്കുമായിരുന്നു. അപ്പോൾ അധികം മധുരം വേണ്ടാന്ന് പറയും. പിന്നെ എനിക്കത് കുറച്ചുകൂടി മധുരം ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു കുറച്ചുകൂടെ ഒരു നല്ല ഫീൽ എനിക്ക് ഉണ്ടാകുന്നുണ്ട്. ഞാനപ്പോൾ വിചാരിച്ചു എന്നാൽ കുറച്ച് മധുരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സാധാരണ നോർമൽ മധുരത്തിൽ തന്നെ ഞാൻ കോഫി കുടിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കുടിക്കുമ്പോൾ നല്ല ഉഷാർ കിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഷുഗർ എങ്ങാനും ആണോ, അതിനി ഷുഗർ കുറഞ്ഞതാണോ, BP എല്ലാം ചെക്ക് ചെയ്തു. ഞാനൊരു റുട്ടീൻ ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ തന്നെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ ബ്ലഡിൻ്റെ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കണം. അതെനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. പിന്നെ അതെനിക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് ഇട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുറച്ച് നല്ല ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഞാൻ കഴിച്ചിരുന്നെങ്കിൽ എനിക്കങ്ങനെ പ്രശ്നമില്ല. നമ്മളെപ്പോഴും വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഷുഗർ ആണെങ്കിൽ ഷുഗർ മാത്രം കുറച്ചാൽ മതി. ഇപ്പം ചോറ് കുറച്ച് കഴിക്കുക, ബാക്കിയുള്ള സാധനങ്ങൾ നന്നായി കഴിക്കണം. മുട്ട, പാല്, ഡേറ്റ്സ്, നട്ട്സ്, അതുപോലെ എല്ലാ സാധനങ്ങളും നമ്മൾ നന്നായിട്ട് കഴിക്കണമായിരുന്നു. ഞാൻ പാൽ കുടിക്കാറില്ല, മുട്ടയൊക്കെ വളരെ റെയറായിട്ട് കഴിക്കാറുള്ളൂ. ഉണ്ടെങ്കിലും കഴിക്കില്ല, വെയിറ്റ് കൂടും അങ്ങനെ വിചാരിച്ച് കഴിക്കില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. എല്ലാം ഉൾപ്പെടുത്തണം. അത് വളരെ കുറച്ച് ചെറിയ എമൗണ്ടിൽ മാത്രം കഴിക്കുക. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. ഇത് ഭയങ്കര തലകറക്കമല്ല, എനിക്ക് ക്ഷീണമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ഒന്നിനും എനിക്കധികം എനർജി ഇല്ല, ജോലിയൊന്നും ചെയ്യാൻ എനിക്ക് എനർജി ഇല്ല. ഇങ്ങനെയെല്ലാം കിടക്കുമ്പോൾ എനിക്കിതൊരു നല്ലൊരു ഫീലായിരിക്കും. പിന്നെ എപ്പോഴും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഹെഡ് ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും. ഞാൻ എത്ര വെള്ളം കുടിച്ചാലും വേറെ എത്ര ഫുഡ് കഴിച്ചാലും ഒന്നും എനിക്ക് ശരിയാവുന്നില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ഞാൻ കുറേ ഡേറ്റ്സ് കഴിക്കാൻ തുടങ്ങി. ഈന്തപ്പഴം കുറേ വാങ്ങി, അത് നമുക്കെപ്പോഴും കൊണ്ട് നടക്കാമല്ലോ. ബാഗിലിട്ട് നമുക്ക് എനി ടൈം ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ
അത് കഴിക്കാമല്ലോ. മറ്റ് ഫ്രൂട്ട്സൊക്കെ നമ്മൾ കട്ട് ചെയ്തൊക്കെ എളുപ്പമല്ലല്ലോ. നമുക്ക് ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കത് എളുപ്പമല്ല. വീട്ടിലായിരിക്കുന്ന സമയത്ത് അനാർ ജ്യൂസ് കുടിക്കും. അതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ മുന്തിരി ജ്യൂസ് ഒക്കെ കുടിച്ച് ഞാൻ ഏകദേശം റിക്കവർ ചെയ്തു. എങ്കിൽ പോലും നമ്മൾ ഇത് ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. നമുക്കെല്ലാം ഡയറ്റ് ചെയ്യാം. അത് ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമ്മളൊരു കൺസൾട്ട് ചെയ്യാം. നമുക്ക് വേറെ ആരെങ്കിലും ഇതിൻ്റെ ഈ ഡയറ്റീഷ്യനോ അങ്ങനെ ആരെങ്കിലോടും ചോദിച്ച് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ആ ഡയറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചോദിച്ച് വാങ്ങാം.